ശുക്രാലും പാപസാമ്യം ചിന്തിക്കും. അതിന്റെ വിഷയം എന്താ വെച്ചാൽ ബയോളജിക്കൽ നീഡ്സ്, ലൈംഗിക ശേഷി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. കാരണം ശുക്രൻ എന്ന് പറയുന്നത് രതിമതന കാരകത്വമുള്ള ഗ്രഹമാണ്. സുഖഭോഗങ്ങളുടെ കാരകത്വം മുഴുവൻ കൊടുത്തിരിക്കുന്നത് ഈ ശുക്രനാണ്. അപ്പൊ ഇവിടെ വിവാഹ വിഷയത്തിൽ ഈ ഫിസിക്കൽ സ്റ്റാറ്റസിന് പുറമെ ഈ ബയോളജിക്കൽ നീഡ്സിനും പ്രാധാന്യമുണ്ട്. അപ്പൊ അവിടെ ശുക്രന് പാപമധ്യസ്ഥിതി വരിക, അല്ലെങ്കിൽ ശുക്രൻ നീചത്തിൽ നിൽക്കുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, ശുക്രന്റെ 7 പാപഗ്രഹങ്ങൾ വരിക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ജാതകൻ ആ ജാതകത്തിന് അനുരൂപമായിട്ടുള്ള ഗ്രഹസ്ഥിതിയെ നമുക്കവിടെ ചേർക്കാനായിട്ട് പറ്റും. എപ്പോഴും പാപസാമ്യം ചിന്തിക്കുമ്പോഴത്തേക്ക് പുരുഷന് പാപത്വം കൂടുതലായിരിക്കണം, സ്ത്രീക്ക് പാപത്വം കുറവുമായിരിക്കണം. അപ്പൊ സ്ത്രീക്ക് പാപത്വം കൂടുമ്പോഴത്തേക്ക് അത് നമുക്ക് ചേർക്കാൻ പറ്റില്ല. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.